കാലിക്കറ്റ് സർവകലാശാലയിൽ VC വിലക്കിയ പ്രാസംഗികയെ വിലക്ക് മറികടന്ന് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് വിവാദമാകുന്നു. സ്ത്രീപക്ഷവാദിയും എഴുത്തുകാരിയുമായ ഡോക്ടർ സെയ്തേൻ ഹമീദിനെയാണ് മനുഷ്യാവകാശ പ്രവർത്തക എന്ന പേരിൽ സർവകലാശാലയിലെ EMS ചെയർ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ നീക്കം നടത്തിയത്. കശ്മീരിയത്തും തീവ്ര ഭൂരിപക്ഷ വർഗീയതയുമായിരുന്നു വിഷയം. എന്നാൽ പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ സാഹചര്യവും പരിഗണിച്ച് പരിപാടി VC വിലക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്യാമ്പസ് കൂട്ടായ്മ എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ഇവരെ പ്രസംഗിപ്പിച്ചത്. കശ്മീരുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങൾ അടങ്ങിയതായിരുന്നു ഇവരുടെ പ്രസംഗം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, എന്തായിരുന്നു പ്രസംഗത്തിന്റെ ഉള്ളടക്കം? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ 15-ാം തീയതി ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടന്നത്. ഇന്നലെ തന്നെയായിരുന്നു കശ്മീരിയത്തും തീവ്ര ഭൂരിപക്ഷ വർഗീയതയും എന്ന വിഷയത്തിൽ EMS ചെയറിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ വൈസ് ചാൻസലർ അതിന് അനുമതി കൊടുത്തില്ല. പ്രത്യേകിച്ച് ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ആഭ്യന്തര കലാപത്തിന്റെ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നു, യുദ്ധത്തിലേക്കൊക്കെ എത്തുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചത്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷയമാണ്. നമ്മൾ ഇതിൽ നിലപാട് പറഞ്ഞതാണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് തർക്കമില്ല, നമ്മളതിൽ ചർച്ചയില്ല, സംസാരമില്ല. POKയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമായിരിക്കും ചർച്ച എന്നൊക്കെ പറയുമ്പോൾ കാശ്മീരിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. അതിന് വൈസ് ചാൻസലർ ഇടപെട്ട്, നമുക്കറിയാം എല്ലാ ചെയറുകളുടെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ചെയറുകളുടെയും അന്തിമമായ തീരുമാനമെടുക്കുക വൈസ് ചാൻസലർ തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലൊരു പരിപാടിയുടെ കാര്യം വൈസ് ചാൻസലർ അറിയുന്നില്ല. ഈ ഫ്ലക്സ് ബോർഡുകളിൽ കൂടിയൊക്കെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ അറിയുന്നത്. പിന്നീട് അതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അനുമതി നിഷേധിച്ചതിലുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇതേ ആളെ തന്നെ സെയ്തേൻ ഹമീദ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തക എന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ജമ്മു കാശ്മീരൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അവരുടെ പ്രധാനമായിട്ടും അഭിപ്രായങ്ങളൊക്കെ കണ്ടുവന്നിട്ടുള്ളത്. അവരെ ഇടപെടിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. EMS ചെയറുമായി ബന്ധപ്പെട്ട ആളുകളും ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള അധ്യാപക സംഘടനാ പ്രതിനിധികളൊക്കെ ആയിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അവരോട് സംസാരിച്ച കാര്യങ്ങളും അതീവ ഗൗരവമുള്ളതാണ്. അതായത് കാശ്മീരിൽ സംഭവിക്കുന്നത് പറയാൻ മടിയെന്തിന് എന്നാണ് ചോദിക്കുന്നത്. അതായത് കാശ്മീരിൽ അസ്വാഭാവികമായി എന്തോ സംഭവിക്കുന്നു എന്നൊരു ധ്വനി വരുത്താൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാശ്മീരിലൊന്നും സംസാരമില്ല, കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല, POKയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സംസാരം, ചർച്ച എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അടിവരയിട്ട് പറഞ്ഞ പശ്ചാത്തലത്തിൽ കാശ്മീരിനെ സംഭവിക്കുന്നതിൽ പറയാൻ മടിയെന്ത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഒക്കെയാണ് അവർ നടത്തുന്നത്. കാശ്മീരിന് മേലുള്ള കുരുക്ക് എന്നെങ്കിലും അഴിയുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് 370-ാം വകുപ്പ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടൊക്കെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിൽ കാശ്മീരിന് എന്തോ കുരുക്കുണ്ട് എന്ന രീതിയിലുള്ള അവരുടെ പ്രതികരണം വരുന്നത്. കാശ്മീരിൽ എന്തൊക്കെ അസ്വാഭാവികമായി കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന രീതിയിൽ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഇതിനെതിരെ സെനറ്റ് അംഗമായിട്ടുള്ള ആളുകളൊക്കെ ഈ എതിരഭിപ്രായമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശരി ഗോകുൽ.